ഹലോ ഗായ്സ്, വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ചാനലിൽ മിക്കതും പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നീറ്റ് 2026 ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ മിക്കവരും ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്ക നീറ്റ് ആസ്പിറൻസ് ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നീറ്റ് കിട്ടിയവർ അവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ തപ്പിപ്പോയി അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിരുന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. മോട്ടിവേഷനൊക്കെ കിട്ടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും വിജയിച്ചവരുടെ പിറകെ പോരുത്. കാരണം അവർ വിജയിച്ചത് അവരുടെ പാത്ത് ഫോളോ ചെയ്തിട്ടാണ് അവർ വിജയിച്ചത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരാജയപ്പെട്ടവരുടെ പിറകെ പോകണം. കാരണം ആ പരാജയപ്പെട്ടവരിൽ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല അവർ പരാജയപ്പെട്ടത്. അവർക്ക് ആ പരാജയപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അവരെ ആ ഫെയിലിയറിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നിങ്ങൾ അവർക്ക് പറ്റിയ ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കും നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അത്തരത്തിൽ പരാജയപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിപ്പോയ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തത് കൊല്ലം ബ്രില്യൻറ്റിലായിരുന്നു. അപ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ്. നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ വീണ്ടും സാർമാർ ക്ലാസ്സിലെടുക്കുമ്പോൾ ഇതെനിക്കറിയാവുന്ന ടോപ്പിക്കാണ് എന്ന് വെച്ച് നമ്മൾ അതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയും. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് സാറുമാർ പറയുമ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോകുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും അറിയാത്ത രീതിയിൽ മീൻസ് ഒരു എന്താ പറയുക ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ സാറുമാർ എന്താ പറയുന്നത് ഒന്നും അറിയത്തില്ല പുതുതായിട്ടത് കേൾക്കുന്ന രീതിയിൽ നമ്മൾ കേൾക്കണം. രണ്ടാമത്തെ പറ്റിയത് കൃത്യമായിട്ടൊരു പ്ലാനിങ് എനിക്കില്ലായിരുന്നു. എന്ത് ചെയ്യണം, എപ്പോൾ എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല. ബ്രില്യൻറ്റിൻ്റെ തന്നെ ഏകദേശം ഒരു 27 മെറ്റീരിയൽസ് ഉണ്ട്, സ്റ്റഡി പാക്കേജ്, വർക്ക് ബുക്ക്, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനൊരു പ്രോപ്പർ പ്ലാനിങ്ങോ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഓവർ കോൺഫിഡൻസ് എല്ലാം അങ്ങ് പാടെ നീക്കം ചെയ്തേക്കണം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്നൊരു കൃത്യമായിട്ട് പ്ലാനിങ് വേണം. ചുമ്മാ വാരി വലിച്ച് പഠിക്കരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ചുമ്മാ എന്തൊക്കെയോ പഠിക്കുന്ന മാതിരി ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, എപ്പോഴും തിയറി ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കരുത്. നീറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് സ്കിൽസാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രില്യൻറ്റിൽ തന്നെ ആണെങ്കിൽ ബ്രില്യൻറ്റിൽ തന്നെ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മീൻസ് എൻ്റെ ഒരു മിസ്റ്റേക്ക് വെച്ചിട്ട് എനിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്കുകൾ വെച്ചിട്ട് എനിക്കിപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി തരാൻ പറ്റുവാണെങ്കിൽ അത് അക്കോർഡിംഗ് ടു ബ്രില്യൻറ്റ് വെച്ചിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ബ്രില്യൻറ്റിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാൻ പറയുകയാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു അതനുസരിച്ച് അവരുടെ പ്ലാൻ സ്വിച്ച് ഓൺ ചെയ്ത് പൊക്കോണം. എപ്പോഴായാലും നിങ്ങളൊരു പ്ലാനിങ് വെച്ചിട്ട് മാത്രമേ പഠിക്കൂ. പിന്നെ നാലാമത്തെ കാര്യം, ആ പ്ലാനിനെല്ലാം നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് തന്നെ നിൽക്കണം. പിന്നെ ഇനി ഞാൻ ബ്രില്യൻറ്റിയൻസിന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ സാറുമാർ പഠിപ്പിക്കുന്ന ഡെയിലി ടോപ്പിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും പെൻഡിങ് വെക്കരുത്. ഡെയിലി ടോപ്പിക്സ് മാക്സിമം ക്ലാസ്സിൽ വെച്ച് നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ്സിൽ മാക്സിമം കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മാക്സിമം അന്നത്തെ ടോപ്പിക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക് അതെന്താണോ ആ ടോപ്പിക്കിൻ്റെ വർക്ക് ബുക്ക് അന്ന് ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ അന്ന് തന്നെ നിങ്ങൾ വന്ന് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. വർക്ക് ബുക്കിൽ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അന്നത്തെ ദിവസം കിടക്കാവൂ. അത് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബ്രില്യൻറ്റിൽ സ്റ്റുഡൻസിനറിയാം അവർക്ക്
ഡെയിലി ടോപ്പിക്സും വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യണം. ഒരിക്കലും വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ട് ശനി ഞായറും ഇരുന്ന് പഠിച്ച് തീർക്കാമെന്ന് വിചാരിക്കരുത്. ഇപ്പം ഡെയിലി ടോപ്പിക്സ് വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ ഡെയിലി ടോപ്പിക്കിൻ്റെ വർക്ക് ബുക്ക് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ബ്രില്യൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള JEE ലെവൽ ക്വസ്റ്റ്യൻസ് വരെ വരുന്ന സാധനമാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ടും എന്തായാലും നീറ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് വീക്ക്ലി എക്സാമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ ദിവസവും കുറേശ്ശെ വെച്ചിട്ട് വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്ക് പഠിച്ച് പോകണം. പഠിച്ച് വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്ക് പോകാമെന്ന് വെച്ചാൽ തിയറി മാത്രം പഠിച്ചു പോകുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. തിയറി ഓൾറെഡി നിങ്ങൾ എപ്പോഴോ ഡെയിലി ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞ കാര്യം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എടുത്ത് ആ തിയറി ഒന്ന് റിവൈസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വർക്ക് ബുക്ക് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ബ്രില്യൻറ്റിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽസ്, സ്റ്റഡി പാക്കേജ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഇതാണ് ഒരു ഓവറോൾ ബ്രില്യൻറ്റിയൻ പ്ലാൻ എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനൊരു പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീറ്റ് 2026 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ എന്താ നീറ്റ് വീക്ക്ലി എക്സാമിൻ്റെ സ്കോർസ് നമുക്ക് വേരി ചെയ്യും. പക്ഷെ ഒരിക്കലും അതിലൊന്നും മൈൻഡ് ഇതാവരുത്. ബിൽഡ് ചെയ്ത് പോകണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്.